പ്രതിപക്ഷ നേതാവിനോട് നന്ദിയുണ്ട്. സൗമ്യ കള്ളിയാണെന്നും സരിൻ പെരുങ്കള്ളനാണ് എന്നൊക്കെ ജനങ്ങളുടെ മുന്നിലേക്ക് ഒരു വസ്തുതയുമില്ലാതെ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യം വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ, അതൊരു പക്ഷേ ഇലക്ഷൻ എങ്ങനെയാണ്, ഇലക്ഷന് വോട്ട് ചേർക്കുന്ന പ്രക്രിയ എങ്ങനെയാണെന്ന് മുഴുവൻ മലയാളികൾക്കും ഒരു എഡിറ്റോറിയൽ പോലെ, ഒരു ട്യൂട്ടോറിയൽ പോലെ എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് വലിയ നന്ദി പറയുകയാണ് തുടക്കത്തിലെ. ഇത് കഴിഞ്ഞ ശേഷം ഞാൻ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുകയും കൂടി ചെയ്യുകയാണ്. എന്റെ വീടിന്റെ ആതിഥ്യം സ്വീകരിക്കാൻ ഇവിടേക്ക് വരാം. വീട്ട് നമ്പർ 27/474 കൃഷ്ണ ചിന്താനഗർ കാടാംകോട് 27-ാം വാർഡിലെ 474-ാം വീടാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ ബോധ്യം വരുമെങ്കിൽ അങ്ങനെയല്ല, ഇനി താങ്കൾ ഉപദേശിക്കുന്നവരുടെ വാക്കുകൾ കേട്ട് താങ്കൾ ഇനിയും അസത്യങ്ങളാണ് വിളിച്ചു പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഒരുപക്ഷെ ഞാൻ മറുപടി പറയുന്നതിനേക്കാൾ കൂടുതൽ ഡോക്ടർ സൗമ്യ അതിന് മറുപടി പറയുകയും, കാരണം ഞാൻ ഇലക്ഷൻ പ്രചരണത്തിന്റെ തിരക്കിലും കൂടിയാണ്. സൗമ്യ ഇലക്ഷൻ പ്രചരണത്തിന് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി വരണമെന്ന് മാത്രം വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു, അല്ലെങ്കിൽ നിശബ്ദ പ്രചരണത്തിന്റെ അന്ന്. ഇന്നലെ വസ്തുതയ്ക്ക് നിരക്കാത്ത കുറെ പ്രസ്താവനകൾ പടച്ചുവിടുന്ന സമയത്ത് ഒരു ഫ്ലൈറ്റ് പിടിച്ചു വരാൻ സൗമ്യയ്ക്ക് വലിയ ബുദ്ധിമുട്ടില്ല എന്നും അത് സൗമ്യയുടെ ഭാഗം, ഡോക്ടർ സൗമ്യയുടെ ഭാഗം എങ്ങനെ വ്യക്തമാക്കി തന്നെ പറയണമെന്നുള്ളതിന്റെ കൃത്യം ബോധ്യത്തിലാണ് സൗമ്യ വന്നിരിക്കുന്നത്. തുടക്കത്തിൽ 1-2 കാര്യങ്ങൾ മാത്രം പറയാം. ഇതാണ് എന്റെ വീട്. നിങ്ങളെല്ലാവരും എന്നെ വന്ന് കണ്ടിരിക്കുന്ന വീട് ഇവിടുന്ന് ഒരു 250 മീറ്റർ അപ്പുറത്താണ്. അന്നും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പറഞ്ഞിരുന്നു, എന്റെ സ്വന്തം വീട്ടിൽ താഴത്തെ നിലയിൽ ഞങ്ങളുടെ കുടുംബ സുഹൃത്ത് എന്ന് വിളിക്കാവുന്ന ഒരു ഡോക്ടറും അവരുടെ ഹസ്ബൻഡും താമസിക്കുന്നുണ്ട്. അവര് അവിടെ താഴത്തെ നിലയിൽ താമസം തുടരുകയാണ് എന്നുള്ളത് കൊണ്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവരെ ബുദ്ധിമുട്ടിക്കരുത്. വയസ്സായ അമ്മമാരുണ്ട്. ഞങ്ങൾ താമസിക്കുന്നത് മുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് കണ്ട് മാത്രമാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് താമസം മാറിയത് പോലും. ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഈ ഇലക്ഷൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അല്ലാതെയുമൊക്കെ എന്നെ കാണാനും അല്ലാതെയുമൊക്കെ വരാൻ സാധ്യതയുള്ളവരുടെ ഒരു ബുദ്ധിമുട്ട് എന്നെ ഹരിയേട്ടനും കുടുംബവും അറിയിച്ചിരുന്നു. അവരിതാ ഈ മാസം റിട്ടയർ ആവാണ് ഡോക്ടർ മീന. അവരെ ഈ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് മാറ്റി പൂർണ്ണമായും ഇവിടെ താമസിക്കേണ്ട ഒരു സാഹചര്യമൊന്നും എനിക്ക് ഇല്ലാത്തത് കൊണ്ടുകൂടി തന്നെയാണ് ഞാൻ മറ്റൊരിടം തേടി ഒരു 200 മീറ്റർ അപ്പുറം താമസിച്ചു തുടങ്ങിയതും നിങ്ങളെല്ലാവരും എന്നെ അവിടെ കണ്ടു തുടങ്ങിയതും. ഒരു പക്ഷേ പ്രതിപക്ഷ നേതാവ് ധരിച്ചു വെച്ചത് അതാണ് എന്റെ വീട് എന്നും അവിടെ ഞാൻ താമസം തുടങ്ങിയിട്ട് 2 മാസമോ 3 മാസമേ ആയിട്ടുള്ളൂ എന്നുള്ളതുമാണ് എങ്കിൽ ഇവിടെ ഞാൻ താമസിച്ചിരുന്ന കാലയളവ് എത്രയാണെന്ന് അദ്ദേഹത്തിന് വന്ന് ബോധ്യപ്പെടുകയോ അല്ലെങ്കിൽ ചോദിച്ചറിഞ്ഞ് ബോധ്യപ്പെടുകയോ ഒക്കെ ചെയ്യാം. ഈ വീട് വാങ്ങിയിട്ട് 7 വർഷത്തിലേറെയായോ. 2018 സൗമ്യയുടെ സമ്പാദ്യവും എന്റെ കുറച്ച് നീക്കിയിരിപ്പും വെച്ചാണ് ഈ വീട് വാങ്ങുന്നത്. അതിനുശേഷം ഇപ്പോഴത്തെ വാടകയിലുള്ള ഹരിയേട്ടനും കുടുംബവും ഡോക്ടർ മീനയും ഇവിടെ 2020 ഡിസംബർ മുതലോ മറ്റെയാണ് തോന്നുന്നു അവർക്ക് നമ്മൾ താഴത്തെ ഭാഗം റെന്റ് ചെയ്ത് കൊടുത്തത്. ഇനി ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ ഈ വീടിന്റെ പേരിൽ ഞാൻ ഒരു വോട്ടർ ഐഡിക്ക് അപേക്ഷിച്ചത് എങ്ങനെയാണ് തെറ്റാവുക എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാനും സൗമ്യയും ഈ വീടിന്റെ പേരിൽ 2018 മുതൽ ഞങ്ങളുടെ കൈവശമുള്ള കാശ് കൊടുത്തു വാങ്ങിയതിന്റെ ആധാരവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. സൗമ്യ അതൊക്കെ കാണിക്കും. എന്റെ അതൊന്നുമില്ല. അപ്പോ അതടക്കമുള്ള ഈ വീടിന്റെ പേരിൽ ഇവിടെ താമസം തുടരുന്ന ആളുകൾ എന്നുള്ള രീതിയിലൊക്കെ എന്താണ് ഇതിൽ അസ്വാഭാവികത എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ശരിയാണ്, ഞാൻ പാർലമെന്റിന് വോട്ട് ചെയ്തത് 2024 പാർലമെന്റിന് വോട്ട് ചെയ്ത ഒറ്റപ്പാലത്താണ്. സൗമ്യയും വോട്ട് ചെയ്തത് ഒറ്റപ്പാലത്ത് തന്നെയാണ്. അത് ഷാർജയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് വന്ന് വോട്ട് ചെയ്ത് പോയ ഒരാളാണ് സൗമ്യ. 2022-23 കാലഘട്ടത്തിലാണ് സൗമ്യ ഒരുപക്ഷെ എന്റെ കൂടെ ഏറ്റവും കൂടുതൽ കാലം ഇവിടെ മുകളിൽ താമസിച്ചത്. കാരണം സൗമ്യ അവൈറ്റിസ് ആശുപത്രിയിൽ ഷാർജയിലേക്ക് പോകുന്നതിന്റെ തൊട്ടു മുന്നേയുള്ള 11 മാസത്തിൽ കൂടുതൽ, ഏകദേശം 1 വർഷത്തോളം കാലം അവൈറ്റിസ് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ നിന്ന് പോയി വന്നിരുന്ന ഒരാളും കൂടിയായിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് സ്ഥിരതാമസാവകാശമുള്ള ഞങ്ങളുടെ കൈവശമുള്ള ഒരു പ്രോപ്പർട്ടിയിൽ ഒരു വോട്ടിന് അപേക്ഷിച്ച് ആ വോട്ടർ ഐ ഡി കാർഡായി തപാലിൽ അയച്ചു കിട്ടിയ എന്റെ വോട്ടർ ഐ ഡി കാർഡാണിത്. എന്റെ അഡ്രസ്സിൽ വന്നിരിക്കുന്നത് ഇതിലുണ്ട്. ചിന്താനഗർ പാലക്കാട് വീട്ടു നമ്പറും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇതിലെവിടെയാണ് അസ്വാഭാവികത എന്ന് ഇനി വെളിവാക്കേണ്ടത് പ്രതിപക്ഷ നേതാവാണ്. ഞാൻ ഇവിടെ എന്റെ അഫിഡവിറ്റിൽ എന്തൊക്കെയോ തിരിമറി നടത്തിയെന്നൊക്കെ ഇന്നലെ BJPയും പറയണ കേട്ടു. ഈ വീടിന്റെ എന്താ പറയാ
ഡീറ്റെയിൽസ് വെച്ചിട്ടില്ല. ഇതെന്റെ അഫിഡവിറ്റ് ആണ്. ഇതിന്റെ ഒരു പ്രിന്റ് ഔട്ട് ഞാൻ കൊണ്ടുവന്നതാണ്. ഇലക്ഷൻ അഫിഡവിറ്റ് ഞാൻ കൊടുത്തത്. അതിപ്പോ ഓൺലൈനായിട്ടും കിട്ടുന്നതാണ്. വളരെ കൃത്യമായിട്ട് എന്റെ ഭാര്യയുടെ പേരിലുള്ള പ്രോപ്പർട്ടി എന്നുള്ള രീതിയിൽ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു BJP അത് ഇന്ന് മലക്കം മറിഞ്ഞു. അല്ല, ഞങ്ങൾ സ്വന്തമായിട്ട് വീടില്ല എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ സ്വന്തം വീട്ടിലല്ല താമസം എന്നൊക്കെയാണ് ഇന്ന് മലക്കം മറിഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ പാലക്കാട് ജില്ലയിലെ 1,95,000 വോട്ടർമാരിൽ പാലക്കാട് ജനിച്ചു വളർന്നവർ എന്നുള്ള ഐഡന്റിറ്റിയിലുള്ളവർ 2 പേർ മാത്രമാണ്. ഒരു 70% വരെ പോകാം. ബാക്കി 50,000-ഓളം വോട്ടർമാർ ഇവിടെ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വന്ന് സെറ്റിൽ ചെയ്തവരോ ഇവിടെ ഒരു ജോലി ആവശ്യത്തിനോ ഒരു വീട് വാങ്ങിയിട്ടോ ഒക്കെ ഇവിടുത്തുകാരായി മാറിയതാണ്. ഞാൻ പാലക്കാടുകാരനാണ് എന്ന് പറയുന്നതാണ് പലർക്കും സങ്കടമെങ്കിൽ ഞാനതിനെന്താ ചെയ്യാം? ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജനിച്ചത് തിരുവില്ലാമലയിലും പഠിച്ചത് പഴയന്നൂരും പിന്നെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോടും അതിനുശേഷം ജോലിയായിട്ട് തിരുവനന്തപുരത്തും ബാംഗ്ലൂരും. ഇതൊക്കെ തുറന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. 33-ാമത്തെ വയസ്സിൽ ജോലി രാജിവെച്ച ശേഷം ഞാൻ ആദ്യമായി ഒരു വാടക വീട്ടിൽ ഒറ്റപ്പാലത്ത് താമസം തുടങ്ങുന്നു. 2 കൊല്ലത്തിന് ശേഷം പാലക്കാട് ഒരു വീട് വാങ്ങുന്നു. പാലക്കാടും ഒറ്റപ്പാലത്തുമായിട്ട് താമസം തുടരുന്നു. എന്റെ ഈ വീട്ടിലേക്കുള്ള ഐഡിയിലേക്ക് വോട്ട് മാറ്റിയത് വളരെ അടുത്ത് മാത്രമാണ് എന്നുള്ളത് എങ്ങനെയാണ് ഇത്രയും വലിയ കൊടും ബാധകമാകുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ഒറ്റപ്പാലത്ത് വളരെ കൃത്യമായിട്ട് ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന ഒരു 5 വർഷക്കാലമായിരുന്നു എന്റെ 2016-21 കാലഘട്ടം. ആ കാലഘട്ടത്തിലും അതിനുശേഷവും എനിക്ക് ഒറ്റപ്പാലത്ത് വാടക വീട് മാത്രമായിരുന്നു. ആ വാടക വീട്ടിലെ റെന്റ് അഗ്രിമെന്റിന്റെ പേരിലുള്ള ഡോക്യുമെന്റിൽ നിന്നാണ് എനിക്ക് അവിടുത്തെ വോട്ടർ ID പോലും കിട്ടുന്നത്. അപ്പോ ഇതൊക്കെ വസ്തുതകൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ കോൺഗ്രസും BJPയും വ്യാപകമായി ആളില്ലാത്ത വീടിന്റെ വാടക വീടാണോ എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത, വീട്ടു നമ്പർ ഇല്ലാത്ത, വളരെ വളരെ രഹസ്യാത്മക സ്വഭാവം എന്നുള്ള രീതിയിലൊക്കെ നടത്തിയ ചില പ്രവർത്തനങ്ങൾ ഇരട്ട വോട്ടാണ്, വ്യാജ വോട്ടാണെന്ന് പറഞ്ഞ് കൃത്യമായി CPM 2 ദിവസം മുന്നേ പരാതിയുമായി വന്നപ്പോ അതിനെ തടയിടാൻ വ്യക്തിയധിക്ഷേപം നടത്തി വോട്ടിൽ നിന്നും വ്യാജമാണ് എന്നും ഡോക്ടർ സരിനും ഡോക്ടർ സൗമ്യയും ഇവിടുത്തെ വോട്ടർമാരല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി രേഖകളുണ്ട് എന്നുമൊക്കെ പറഞ്ഞ പ്രതിപക്ഷ നേതാവിനോടും അതുപോലെ തന്നെ അത് ഏറ്റുപിടിച്ച കോൺഗ്രസുകാരോടും അതൊക്കെ ഒന്ന് ഇതുപോലെ പത്രസമ്മേളനം നടത്തിയോ അല്ലെങ്കിൽ കൃത്യമായ ഒരു സംവാദത്തിന് വന്നോ അല്ലെങ്കിൽ എന്റെ വീടിന്റെ ആതിഥ്യം സ്വീകരിച്ചോ ഒന്ന് കൂടി വ്യക്തമാക്കണം എന്നുകൂടി പറയുകയാണ്. സൗമ്യയ്ക്ക് കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു. സൗമ്യ ഇടപെടും. അതിനുശേഷം നിങ്ങളുടെ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി കേട്ട് മറുപടി പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇവിടെ തന്നെ ഇതേ മൈക്ക് തന്നെയാണ്. ഇത് കിട്ടും. എല്ലാവർക്കും നമസ്കാരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു പത്രസമ്മേളനത്തിൽ സംസാരിക്കേണ്ടി വരുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയതല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ഞാൻ ഷാർജയിൽ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഷാർജയിൽ ഒരു ആശുപത്രിയിൽ കുട്ടികളുടെ ഡോക്ടറായിട്ട് ജോലി നോക്കുകയാണ്. ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ സമയം മുതൽ ഇന്ന് വരെ ഞാൻ എന്റെ സ്റ്റാൻഡ് എപ്പോഴും വളരെ കൃത്യമായി രേഖപ്പെടുത്തിയ ഒരാളാണ്. എന്റെ വഴി രാഷ്ട്രീയമല്ല. ഞാൻ രാഷ്ട്രീയം സംസാരിക്കാറുമില്ല. എന്റെ പേജിലോ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലോ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്റെ ഭർത്താവിന് ഒരു വോട്ട് വേണമെന്ന് പറഞ്ഞ് ഒരു സ്റ്റാറ്റസ് പോലും ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും പ്രചരിപ്പിക്കാത്ത ഒരാളാണ് ഞാൻ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി എന്റെ സ്റ്റാൻഡ് പറഞ്ഞിരുന്നു. ഞങ്ങൾ രണ്ടുപേരും വ്യക്തിപരമായിട്ടുള്ള ഞങ്ങളുടെ ജീവിതം ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ വഴി എന്തെന്ന് കൃത്യമായ ബോധ്യമുള്ളവരാണ്. അത് കൂട്ടിക്കലർത്താൻ ഇഷ്ടമില്ലാത്തവരാണ്. ഞാനൊരു കുട്ടികളുടെ ഡോക്ടർ എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ എന്റെ ഇടപെടലുകൾ നടത്തുന്ന ഒരാളും അത് സോഷ്യൽ മീഡിയ എന്റെ ഒരു സംവേദന മാർഗമാക്കി ഉപയോഗിച്ച് ആളുകൾക്ക് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഉപബോധം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കുന്ന ആളുമാണ്. ആ ജോലി ചെയ്താണ് ഞാൻ ഇത്രയും കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു തിരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽക്ക് തന്നെ അനാവശ്യമായിട്ട് എന്റെ പേര് ഇതിലേക്ക് വലിച്ചഴക്കപ്പെടുകയും വലിയ രീതിയിൽ ഞാൻ ഇടുന്ന ക്ലാസുകൾക്ക് താഴെയൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ സൈബർ അറ്റാക്ക് നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നും നിങ്ങളിൽ പലരും എന്നെ വിളിച്ച് അതിലൊരു ബൈറ്റ് തരാനും പ്രതികരിക്കാനും പറഞ്ഞപ്പോൾ പോലും ഞാൻ അതിന് തയ്യാറല്ല എന്നാണ് പറഞ്ഞത്. കാരണം സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് ഞാൻ എന്നും പറയുന്ന കാര്യമാണ്. അത് എല്ലാ പാർട്ടികളും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും ഒരു പാർട്ടി മാത്രം എന്ന് പറഞ്ഞ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. കാരണം ഇതൊക്കെ ചെയ്യുന്നത് വ്യക്തികളാണ്. വ്യക്തികളുടെ മനോവൈകല്യമാണ് അവിടെ എല്ലാം മുഴച്ചു നിൽക്കുന്നത്. അപ്പൊ ഞാൻ എന്നും എതിർത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ എന്നും എന്റെ
ഞാൻ എതിർത്തിട്ടുള്ളതെന്ന് പറയുന്നത് ആ വ്യക്തികളെയാണ്, അവരുടെ മനോവൈകല്യത്തെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഞാൻ അതിനെതിരെ കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും കേട്ട വാദം എന്ന് പറയുന്നത് ഇത് ഇരവാദമാണ്, ഇരവാദം നടത്തി, അതായത് എന്നെ സൈബർ അറ്റാക്ക് ചെയ്യുന്നേ എന്ന് കരഞ്ഞ് ഭർത്താവിന് വേണ്ടി വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആ ഒരു ചീത്തപ്പേരും എനിക്ക് കേൾക്കേണ്ടി വന്നു. പക്ഷെ അതിലും ഞാൻ പ്രതികരിക്കാൻ തയ്യാറായില്ല. കാരണം അതൊന്നും പ്രതികരണം അർഹിക്കുന്നില്ല എന്നുള്ള കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലൊന്നും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കാര്യങ്ങളെല്ലാം ഞാൻ എന്റെ പേജ് വഴി കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നെ എന്തുകൊണ്ട് ഇപ്പൊ സരിൻ പറഞ്ഞ പോലെ ഞാൻ 20-ാം തീയതി 19-ാം തീയതിയോ 18-ാം തീയതിയോ വന്ന് എന്റെ വോട്ട് രേഖപ്പെടുത്തി പോവാൻ വേണ്ടി മാത്രം തീരുമാനിച്ച ഒരാളാണ്. പക്ഷേ ഈ 2 ദിവസം മുന്നേ വരേണ്ടി വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വളരെ ദൗർഭാഗ്യകരമായിട്ട് വീണ്ടും അനാവശ്യമായി എന്റെ പേര്, അതും ഒരു വ്യാജ വോട്ട്, ഒരു കള്ളി എന്നുള്ള രീതിയിൽ വ്യാജ വോട്ടിന് ഉടമ അല്ലെങ്കിൽ വ്യാജ വോട്ടർ പട്ടികയിൽ വ്യാജമായിട്ട് പേര് ചേർത്തു എന്നൊക്കെ പറഞ്ഞ്, അതും വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് അടക്കം പല രാഷ്ട്രീയ നേതാക്കളും പറഞ്ഞതായിട്ട് ഞാൻ ഷാർജയിൽ ഇരുന്നു കൊണ്ടാണ് ഇതൊക്കെ കണ്ടത്. എനിക്ക് വളരെയധികം വേദന ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്റെ ഭർത്താവിന്റെ പാതയാണ്, എന്റെ പാതയല്ല. ഞാൻ അതിൽ നിന്ന് എപ്പോഴും വിട്ടുനിന്ന ഒരാളാണ്. പക്ഷേ എങ്കിൽ പോലും രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യവും മനസ്സിലാക്കാതെ, ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്കും നടത്താതെ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ കുടുംബാംഗങ്ങളായിട്ടുള്ള ആളുകളെ മോശമായി പറയുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഏത് പാർട്ടി ചെയ്താലും അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇപ്പൊ ഞാൻ ഇവിടെ വന്നിരിക്കുന്നതും ഒരു രാഷ്ട്രീയം പറയാനുമല്ല, കാരണം അത് എന്റെ വഴിയല്ല. ഞാൻ പിന്നെയും പറയുന്നു, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വ്യക്തിപരമായിട്ട് എനിക്ക് നേരിട്ട ഈ അധിക്ഷേപം, അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞല്ലേ മതിയാവൂ. കാരണം ഇത് കേട്ട് ഞാനൊരു വ്യാജ വോട്ടറാണ് എന്ന് കേട്ട് മിണ്ടാതിരിക്കേണ്ട ഗതികേട് എനിക്കില്ല. കാരണം ഞാനൊരു വ്യാജ വോട്ടറല്ല, 916 ഒരു ഒറിജിനൽ വോട്ടർ തന്നെയാണെന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. അപ്പോൾ അതിന്റെ ഒരു കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. 2018-ലാണ് ഈ കാണുന്ന വീട് ഞാൻ വാങ്ങുന്നത്. ഞാൻ എന്റെ പേർക്ക് വാങ്ങിയ ആദ്യത്തെ പ്രോപ്പർട്ടിയും ഒരേ ഒരു പ്രോപ്പർട്ടിയും എനിക്കുള്ള ആകെ ഉള്ള ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് ഈ കാടാങ്കോടുള്ള ഈ വീടാണ്. 2018 ഇത് വാങ്ങുമ്പോൾ 2026 അല്ലെങ്കിൽ 2024 ഒരു ബൈ ഇലക്ഷൻ വരുന്നു, അല്ലെങ്കിൽ പാലക്കാട് ബൈ ഇലക്ഷൻ വരുന്നു, എന്റെ ഭർത്താവ് അന്ന് ഇവിടെ ഇങ്ങനെ കാൻഡിഡേറ്റ് ആവും എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഊഹിച്ചിട്ട് ആരും വീട് വാങ്ങില്ലല്ലോ. ഈ വീട് വാങ്ങാൻ എനിക്ക് ഒരേ ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. മെഡിക്കൽ കോളേജിന്റെ അടുത്ത് പാലക്കാട് ഞാൻ പാലക്കാട് ജില്ലയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. പാലക്കാടിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് പാലക്കാട് ജില്ലയിൽ ഒരു വീട് വേണം, സമാധാനമായിട്ട് ജീവിക്കാൻ, സ്വന്തമെന്ന് പറയാൻ ഒരു തുണ്ട് ഭൂമിയും ഒരു വീടും വേണം എന്നുള്ളത് ഞാൻ എന്നും സ്വപ്നം കണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ സരിൻ പറഞ്ഞ പോലെ കയ്യിലുള്ള പൈസ കൊടുത്ത് വാങ്ങി എന്നുള്ളതല്ല, കയ്യിലുള്ള പൈസയൊക്കെ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. HDFC ബാങ്കിൽ നിന്ന് വലിയൊരു തുക ലോൺ എടുത്തിട്ടാണ് ഞാൻ ഈ വീട് വാങ്ങിയത്. അതിന്റെ ലോൺ അടച്ചു തീർന്നിട്ട് വളരെ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ 2018 വാങ്ങിയ ഒരു വീടാണിത്. ഇവിടെ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട്. കാര്യം നിങ്ങൾ ഇപ്പൊ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഞാൻ നെന്മാറ അവൈറ്റിസിലാണ് എന്റെ 5 വർഷത്തോളം ഞാൻ ഇപ്പോൾ ഷാർജയിലേക്ക് ജോലി മാറുന്നതിന് മുമ്പ് വരെ ഞാൻ ജോലി ചെയ്തത് ആ ആശുപത്രിയിലായിരുന്നു. ആ സമയത്ത് ഞാൻ മുകളിലായിട്ടും താഴെ ഇവരായിട്ടും ഇവിടെ താമസിച്ചിട്ടുണ്ട്. അതിന്റെ റെന്റ് അഗ്രിമെന്റ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇത് എന്റെ ഈ വീടിന്റെ ആധാരമാണ്. ഇത് ആരിൽ നിന്നാണോ ഞാൻ വാങ്ങിയത് ആ വീടിന്റെ ആധാരമാണ്. ബാങ്ക് ലോണൊക്കെ അടച്ചു തീർന്നപ്പോൾ ഇതിന്റെ ഒറിജിനൽ കൈ കിട്ടി. അപ്പൊ അത് ഞാൻ കൈ കിട്ടിയിട്ടുണ്ട്. അല്ല, ഇതിന്റെ ഒറിജിനൽ എല്ലാ രേഖകളും എന്റെ കയ്യിലുണ്ട്. ഇതൊക്കെ ഞാൻ ജസ്റ്റ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ചോദ്യങ്ങള് ഞാൻ ഉത്തരം പറയാം. ഇത് ഈ ഒരു കെട്ടിലുള്ളത് നിങ്ങൾക്ക് അറിയാലോ, ഇതിന്റെ അടിയാധാരം അങ്ങനെയൊക്കെ പറയുന്ന ഇത്രയും ആധാരങ്ങൾ ഉണ്ട്. ഇതൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചതാണ്, കയ്യിലുണ്ടായിരുന്നു. ഇനിയുള്ളത് ഞാൻ ഈ ഭൂമിക്കും ഈ വസ്തുവിനും കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഈ മുനിസിപ്പാലിറ്റിയിൽ അടച്ച ടാക്സിന്റെ രേഖകളാണ്. ആർക്ക് വേണമെങ്കിൽ ഇത് പരിശോധിക്കാം. എന്റെ പേരിൽ അടച്ച ടാക്സിന്റെ, ഈ വീട് എന്റെ മാത്രം പേരിലാണ് കേട്ടോ. ആയിക്കോട്ടെ. ഇത് ഇതിന്റെ റെന്റ് അഗ്രിമെന്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇവിടെ താഴത്തെ നില വാടകയ്ക്ക് കൊടുത്തതിനുള്ള റെന്റ് അഗ്രിമെന്റ് ആണ്. അതും ഞാൻ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് വന്ന ഇപ്രാവശ്യത്തെ വോട്ടർ ID ആണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചിന്താനഗർ പാലക്കാട്. ഈ വീടിന്റെ അഡ്രസ്സിൽ വന്ന വോട്ടർ ID ആണ് എനിക്കും സരിനും. അപ്പോൾ ഇല്ല, ഇത് ഞങ്ങൾ ഇവിടെ വന്ന് കൈപ്പറ്റിയതാണ്, രജിസ്റ്റേർഡ് ആയിട്ട് വന്ന് കൈപ്പറ്റിയതാണ്.
അപ്പോ എനിക്ക് മനസ്സിലാവാത്തത് ഇതിൽ എഴുതിയിട്ടുണ്ട്, ഒരു വോട്ടർ ആണെന്നതിൽ അഭിമാനിക്കുക എന്ന് ഇലക്ഷൻ കമ്മീഷൻ എഴുതിയിട്ടുണ്ട്. സോ ഒരു വോട്ടർ ആണെന്നതിൽ 100% അഭിമാനത്തോടെ, അതും പാലക്കാടിലെ വോട്ടർ ആണെന്നതിൽ 100% അഭിമാനത്തോടു കൂടി ഇരിക്കുന്ന ഒരു വോട്ടർ മാത്രമാണ് ഞാൻ. ഒരിക്കലും എന്നെ സ്ഥാനാർത്ഥിയുടെ ഭാര്യയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകയുമല്ല, പ്രചാരകയുമല്ല. എന്നെ നിങ്ങൾ ഡോക്ടർ സൗമ്യ സരിൻ എന്ന് പറയുന്ന എന്റെ വ്യക്തിത്വത്തിൽ മാത്രം കണ്ടാൽ മതി. പക്ഷേ ഇത്തരത്തില് രാഷ്ട്രീയം എന്തുമായിക്കൊള്ളട്ടെ, അത് ഒരു വഴിക്ക് നടക്കേണ്ട കാര്യമാണ്. പക്ഷെ അതിൽ പുലർത്തേണ്ട മിനിമം മാന്യത എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് ഒരു അടിസ്ഥാനവുമില്ലാതെ ഇതിലൊന്നും ഇടപെടാത്ത ആളുകളെ വിവാദങ്ങളിലേക്ക് വലിച്ചഴക്കുകയും, വിവാദം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മളെ ഇത്രയും മീഡിയയുടെ മുമ്പിൽ വന്ന് ഈ കേരളം മുഴുവൻ കേൾക്കുന്ന രീതിയിൽ പറയുകയാണ് വ്യാജന്മാരാണ് എന്ന് പറയുമ്പോൾ അത് കേട്ട് വീട്ടിൽ കയ്യും കെട്ടി ഇരിക്കാൻ എന്നെ പോലെ ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീക്ക് സാധിക്കില്ല. അതുകൊണ്ടുകൂടിയാണ് ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വന്ന് ഇത്രയും കാര്യങ്ങൾ പറയണം, കാണിച്ചു തരണം, അത് രേഖയടക്കം കാണിച്ചു തരണം എന്ന് വിചാരിച്ചതും വന്നതും. ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞാൻ ഉത്തരം പറയാം. പ്രചരണം നടത്തിയിട്ട് പോയാൽ മതി. 13-ാം തീയതി ആകുമ്പോൾ തന്നെ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ സൗമ്യ എന്തായാലും പങ്കെടുക്കുന്ന പ്രസംഗിച്ചിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷിതമായിട്ട് വന്നതല്ല. ഞാൻ അപ്രതീക്ഷിതമായിട്ട്, ഞാൻ പറഞ്ഞല്ലോ, അത് സരിനല്ലേ പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായില്ലേ? ഞാൻ പറയാൻ വരുമായിരുന്നു, അത് ഞാൻ പറഞ്ഞതല്ലേ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഭർത്താവ് പറയുന്നത് ആയിക്കോട്ടെ, അത് സരിനോട് ചോദിച്ചാൽ മതി. ഞാൻ എപ്പോഴും പറയുന്നത് ഭാര്യയും ഭർത്താവും എന്നുള്ളത്, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ സ്ത്രീകളെ, ഭാര്യമാരെ ഈ ഭർത്താക്കന്മാരുടെ ഒരു വാലായിട്ട് കണക്കാക്കുക, അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ അതേ നിലപാട് തന്നെയാണ് ഭാര്യമാർക്കും എന്നൊക്കെ പറയുന്നത് വളരെ പിന്തിരിപ്പൻ ചിന്താഗതികളാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞാൻ വേറൊരു വ്യക്തിയാണ്, എന്റെ നിലപാടുകൾ വ്യത്യസ്തമാണ്, എനിക്ക് ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ചിന്തകൾ അത് രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ വളരെ വിഭിന്നമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് മനസമാധാനത്തോടുകൂടി ചെയ്തു പോകുന്ന, എന്റെ ജോലി വൃത്തിയായി ചെയ്തു പോകുന്ന ഒരു കുട്ടികളുടെ ഡോക്ടറാണ് ഞാൻ. ആ പണി ഞാൻ നന്നായി ചെയ്യുന്നുണ്ട്. ആ ഒരു ജോലി ചെയ്തുകൊണ്ട് തന്നെ സമാധാനമായി സന്തോഷമായി ജീവിക്കുന്നുണ്ട്. അത് ഞാൻ പൂർണ്ണ തൃപ്തയുമാണ്. പിന്നെ അനാവശ്യമായിട്ട് ഇത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ? പ്രതിപക്ഷ പറഞ്ഞത് സരിന്റെ വീടാണോ ഇല്ലെന്നുള്ളതെല്ലാം ഡിബേറ്റിംഗ് പോയിന്റ് തന്നെ 3 മാസം മുമ്പാണ് സരിന് ചേർത്തത്. അത് നിയമപ്രകാരം തെറ്റ് എന്ന ആരോപണമാണ് പ്രതിപക്ഷ മുന്നോട്ട്. അത് എന്ത് അടിസ്ഥാനത്തിലാണ് താമസിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്? അതിന് തെളിവ് എന്താണ്? ഞാനിവിടെ 6 മാസമായി താമസിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാകാത്ത ചോദ്യം. എനിക്ക് ഒറ്റപ്പാലത്ത് വീടുണ്ടായിരുന്നു, റെന്റ് അഗ്രിമെന്റിൽ ഒരു വീടുണ്ട്. തിരുവല്ലുവാമലയിൽ എന്റെ അമ്മയുടെ പ്രോപ്പർട്ടി ഉണ്ട്. ഞാൻ അവിടെ എപ്പോഴും പോകുന്ന ഒരാളാണ്. എന്റെ ഈ വീട്ടിൽ എന്റെ ഈ മുകൾ നില എനിക്ക് വേണ്ടി എപ്പോഴും ഒഴിച്ചിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഞാൻ ഏതൊക്കെ രാത്രികളിൽ ഇവിടെ താമസിക്കുന്നു, ഏതൊക്കെ രാത്രികളിൽ ഒറ്റപ്പാലത്ത് താമസിക്കുന്നു, ഏതൊക്കെ രാത്രികളിൽ തിരുവല്ലുവാമല താമസിക്കുന്നു എന്ന് ഞാൻ ആരെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്? എനിക്കതിനൊരു ഉത്തരം തരണം. പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഞാൻ എവിടെ താമസിക്കുന്നു, ഉറങ്ങുന്നു, അന്തി ഉറങ്ങുക എന്നുള്ളതല്ലേ ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ പല സ്ഥലങ്ങളിലാണ് കണ്ടിന്യൂസ് ആയിട്ട് ഞാനൊരു സാങ്കേതികമായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് 6 മാസം താമസിക്കുക എന്നുള്ള ക്ലോസ് ആണെങ്കിൽ ബാംഗ്ലൂരിലുള്ള വോട്ടർമാർ, പ്രവാസ ജീവിതത്തിൽ നയിക്കുന്ന വോട്ടർമാർ എന്തിനേറെ പറയുന്നു, 6 മാസത്തിനിടയ്ക്ക് ഒരു രാത്രി വേറൊരു സ്ഥലത്ത് പോയി താമസിച്ചാൽ നമ്മൾ വോട്ടർ അല്ലാണ്ടാവും? എനിക്ക് മനസ്സിലായിട്ടില്ല. ആ നിയമപ്രശ്നം പരിഹരിക്കാൻ, അല്ലെങ്കിൽ അതെന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹമാണ് ക്ലാരിഫൈ ചെയ്യേണ്ടത്. ഞാൻ വീണ്ടും വ്യക്തമാക്കി പറയുകയാണ്. എനിക്ക് ഒറ്റപ്പാലത്ത് വാടക വീടുണ്ടായിരുന്നു. അവിടെ ഞാൻ താമസിക്കുന്ന ആളായിരുന്നു. എന്റെ സ്വന്തം വീട്ടിലെ മുകൾ നില എനിക്ക് വേണ്ടി ഒഴിച്ചിട്ടതായിരുന്നു. എന്റെ അമ്മ താമസിക്കുന്ന തിരുവല്ലാമലത്തെ വീട്ടിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. ഇവിടെ എപ്പോ പോകണം എപ്പോ പോകരുതെന്ന് പറയാൻ പ്രതിപക്ഷ നേതാവ് ആരാണ്? ഇതേ സംഭവം തന്നെയാണ് സരിൻ സംഭവിച്ചത്. അതായത് CPM തിരിച്ച് ആരോപണം ഉന്നയിച്ചപ്പോൾ എന്താണത്? CPM ആരോപിച്ച ആരോപണം ഞാൻ പറയാം. CPM ആരോപിച്ച ആരോപണം ഞാൻ പറയാം. എന്താ പറഞ്ഞ്? ഇല്ലാത്ത വീടിന്റെ പേരിൽ, റെന്റ് അഗ്രിമെന്റ് ഇല്ലാത്ത, ഇത് എന്റെ സ്വന്തം വീടാണ്, എന്റെ സ്വന്തം വീടാണ്. വാടക വീടാണോ ഞാൻ വോട്ടർ ID ചേർത്തിരിക്കുന്നത്? ആണോ? ഇവിടെ പ്രതിപക്ഷ നേതാവിന്റെ ശബ്ദം പോലെ പത്രപ്രവർത്തകർ സംസാരിക്കരുത്. ക്ലാരിഫിക്കേഷൻ ചോദിക്കാം, പക്ഷെ അത് ബോധപൂർവം ഒരു ലൈനിലേക്ക് എന്നെ കൊണ്ടുപോകണം എന്നുള്ള നിർബന്ധ ബുദ്ധി പാടില്ല. എന്നോട് വേണമെങ്കിൽ വിരോധവും ആവാം, പക്ഷെ ഞാൻ പറയുന്ന വസ്തുതകൾ എന്തിനാ വിരോധത്തോടെ കാണുന്നത്? എന്താ CPM പറഞ്ഞത്? ഇപ്പോഴും CPM പറയുന്നത് എന്താ? വ്യാജ വോട്ടർമാര് തന്നെയാണ് കോൺഗ്രസ് ചേർത്തവരും BJP ചേർത്തവരും. അവർ എന്ത് ഐഡന്റിറ്റിയുടെ പേരിലാണ് ഇവിടെ വീടുണ്ടെന്നും റെന്റ് അഗ്രിമെന്റ് ഉണ്ടെന്നും പറഞ്ഞ് തെളിയിക്കട്ടെ. ഇനി അവര് നമ്മൾ തെളിയിച്ചല്ലോ, തെളിയിക്കട്ടെ. എനിക്ക് എവിടെ വോട്ട് ചെയ്യണമെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? എനിക്ക് എവിടെ വോട്ട് ചെയ്യണമെന്ന് എന്റെ സ്വന്തം വീടുള്ള സ്ഥലത്ത്, 7 വർഷമായി വീടുള്ള സ്ഥലത്ത്, ഞാൻ പകുതിയിലധികം സമയം ഇവിടെ വന്ന് താമസിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലുള്ള ഈ സ്ഥലത്ത് വോട്ട് ചെയ്യരുതെന്ന് പറയുന്ന നിയമം എന്താണ്?
വോട്ട് ചെയ്യരുത് ഞാൻ ഇവിടെ എന്ന് പറയുന്ന നിയമം ഏതാണ്? ഞങ്ങൾ 3-4 മാസം അല്ല, അവര് വാങ്ങി എന്ന് പറയുകയാണെങ്കിൽ സമ്മതിക്കായിരുന്നു. അല്ല 2018 പോട്ടെ, മുതൽ ഞാനിവിടെ വോട്ട് ചെയ്യരുതെന്ന നിർബന്ധം ആർക്കാണ്? എനിക്കത് അറിയണം. എന്തിന്റെ പേരിലാണ്? അതെനിക്കറിയില്ല. അദ്ദേഹം നേരിടുന്ന ആരോപണം ഇതാണോ എന്ന് എങ്ങനെ എനിക്കറിയാം? ആ, ജില്ലാ പ്രസിഡന്റ് എന്നുള്ള പേരിൽ സ്വന്തം ഹരിദാസിന്റെ പേരിലുള്ള കെട്ടിടത്തിലാണ് താൻ 1 വർഷമായി താമസിക്കുന്നതെന്നാണ് ഹരിദാസൻ പറയുന്നത്. ഞാൻ എനിക്ക് ഇങ്ങോട്ട് വോട്ട് മാറ്റുന്നത് എന്താണ് സാങ്കേതിക പ്രശ്നമാണ് ഈ ചോദ്യം തമ്മിൽ എന്താ ബന്ധം എനിക്ക് അറിയുന്നില്ല. നിങ്ങൾ ഉന്നയിക്കുന്നത് പോലെ നിങ്ങളുടെ പേരിലുള്ള കെട്ടിടത്തിൽ തന്നെ താങ്കൾ പറയുന്നത് പോലെ തന്നെ ഞാൻ താമസിച്ചില്ല, എന്റെ പേരിലുള്ള കെട്ടിടത്തിൽ അല്ല ഞാൻ വോട്ട് മാറ്റിയതെന്നാണ് ഹരിദാസൻ അതേ വാദം തന്നെയാണ് ഉന്നയിക്കുന്നത്. ഇരട്ട വോട്ട് ഉണ്ട് എന്ന് പുള്ളി അംഗീകരിക്കുമ്പോൾ ഇരട്ട വോട്ട് മൂപ്പർക്കുണ്ടോ എന്നാ സരിനില്ല. 1 മിനിറ്റ്, ഇത് തന്നെയാണ് വ്യത്യാസം. അല്ലല്ലല്ലല്ലല്ല, ഇതാണ് ആ താങ്കൾ നേരത്തെ വോട്ട് ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നുള്ളത് വോട്ട് ഡിലീറ്റ് ചെയ്ത് ഇങ്ങോട്ട് മാറ്റി പുതിയ ഇവിടെ അതാണ് നിയമം അതാണ്. അപേക്ഷ ഞാനും കൊടുത്തിരുന്നു. പക്ഷെ അവിടെ ആണോ? വോട്ട് മാറ്റാൻ അത് അദ്ദേഹത്തോട് ചോദിക്കണം. ഇത് തന്നെയാണ് ഞാനും പറയുന്നത്. ഇത് തന്നെയാണ് ഇരട്ട വോട്ട്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇരട്ട വോട്ട് വ്യാജ വോട്ട് തന്നെയാണ്. ഇരട്ട വോട്ടിനെയാണ് വ്യാജ വോട്ട് എന്ന് വിളിക്കുന്നത്. വ്യാജ ഐഡിയിൽ വോട്ടർ ഐ ഡി ഉണ്ടാക്കുന്നതിനെയാണ് വ്യാജ വോട്ട് എന്ന് വിളിക്കുന്നത്. ഇത് രണ്ടുമല്ലാത്ത സൗമ്യയുടെയും സരിന്റെയും കഥ കണ്ട BJPയുടെ ദേശീയ പ്രസിഡന്റ് ആവട്ടെ, സംസ്ഥാന പ്രസിഡന്റ് ആവട്ടെ, ജില്ലാ പ്രസിഡന്റ് ആവട്ടെ കെട്ടിവെക്കരുത്. കൂടെ കെട്ടില്ലേ? ഒരേ നുഖത്തിൽ കെട്ടാൻ ശ്രമിക്കരുത്. സരിന്റെ ഐഡന്റിറ്റിയെ നിങ്ങൾ എത്ര കളങ്കപ്പെടുത്താൻ ശ്രമിച്ചാലും ഈ പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട്. ആ വിലയിരുത്തലിന് നിങ്ങളുടെ ചോദ്യങ്ങൾ ഉപകരിക്കുമെങ്കിൽ ഇനിയും ഇതുപോലെ ചോദിക്കണം. നിങ്ങളുടെ വായിൽ തന്നെ വീണില്ലേ? പട്ടാമ്പിയിലും വോട്ടുണ്ട്, പാലക്കാടും വോട്ടുണ്ട്. ഇത് തന്നെയാ പ്രശ്നം. ഇത് തന്നെയാണ് പ്രശ്നം. ഇത് മാത്രമാണ് പ്രശ്നം. തെളിയിക്കണം. അതല്ലേ പറഞ്ഞ ഒറ്റപ്പാലത്തുണ്ടോ തിരുവില്ലാമലയിലുണ്ടോ ഒരൊറ്റ വോട്ടേ ഉള്ളൂ. ആ അതെ അതെ അതെ, വളരെ 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 നഗരസഭയിൽ നിന്ന് ഞാൻ എന്ത് സ്വാധീനമാണ് നേടിയതെന്ന് തെളിയിക്കാൻ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുന്നു. നഗരസഭ എനിക്ക് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് തരണമല്ലോ. എന്ത് ഡോക്യുമെന്റാണ് നഗരസഭ അന്യായമായി എനിക്ക് തന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് തെളിയിക്കട്ടെ. ഞാനിതിന് മറുപടി പറയും. അല്ല, അവര് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ഇരുന്ന് കൊടുക്കണം. അതിന്റെ രീതി മതി എന്ന് പോകാൻ പറ്റില്ല. ഇതൊക്കെയാണ് രാഷ്ട്രീയക്കാരനായുള്ള പ്രശ്നം. വോട്ട് ചെയ്തത് അതെ, അവിടുത്തെ സ്ഥിര താമസക്കാരൻ എന്നുള്ള നിലയിലാണ് അവിടെ വോട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇവിടെ വന്ന 6 മാസം സ്ഥിര താമസക്കാരനല്ലേ ഇവിടെ വോട്ട് ചേർക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു നിയമം ഉണ്ടോ? എനിക്കറിയില്ല. എനിക്കത് കാണിച്ചായിരുന്നു. അല്ല, ഞാനതാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി കൂടി തരണം നിങ്ങൾ. ഒറ്റപ്പാലത്ത് ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യായിരുന്നു. എന്ന് വിചാരിക്കുക. ഞാൻ 6 മാസമായിട്ട് ഒറ്റപ്പാലത്ത് സ്ഥിര താമസക്കാരനായിരുന്നു. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഞാൻ 6 മാസത്തെ കാലാവധിയുടെ സാങ്കേതികത്വം ഞാൻ പറയുന്നതിന്റെ ക്വാളിഫയിങ് പീരീഡ് മനസ്സിലായോ? 2018 മുതൽ ഞാൻ ഇവിടുത്തെ സ്ഥിരതാമസക്കാരനാണ്. എപ്പോ വോട്ട് മാറ്റണമെന്ന് എന്റെ ഇഷ്ടമാണ്. പോയിന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്റെ സ്ഥിരതാമസമുള്ള എന്റെ വീട്ടിന്റെ ഐഡന്റിറ്റിയിൽ എപ്പോ വോട്ട് മാറ്റണം എന്നുള്ളത് എന്റെ അവകാശമല്ലേ? അല്ലേ? 1 മിനിറ്റ്. ഞാൻ ഒറ്റപ്പാലത്ത് വാടക വീട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ വരാതിരുന്ന കുറച്ച് കാലങ്ങളിൽ, പ്രത്യേകിച്ച് 2020 കോവിഡിന്റെ സമയത്ത് ഞാൻ ഒറ്റപ്പാലത്ത് തന്നെ, നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ ഇവിടെ താമസിച്ചിട്ടേ ഇല്ല. അവിടെ താമസിച്ചിരുന്ന ആ സമയത്താണ്, അവിടെ കണ്ടിന്യൂസ് ആയി താമസിച്ചിരുന്നു എന്ന എന്റെ ബോധ്യത്തിലാണ് അന്നത്തെ റെന്റ് അഗ്രിമെന്റിൽ ഞാൻ അവിടെ അപേക്ഷിച്ചതുപോലെ നിങ്ങൾക്ക് പരിശോധിക്കാം ഞാൻ എന്നാ ഒറ്റപ്പാലത്തേക്ക് വോട്ട് മാറ്റിയെന്ന്. നിങ്ങൾ പരിശോധിക്കണം അതൊക്കെ. കാരണം ഞാൻ ആ കോവിഡിന്റെ സമയത്ത് മുഴുവൻ അവിടെയായിരുന്നു. എനിക്ക് ലീഗലായിട്ട് ഈ പറയുന്ന 6 മാസം തുടർച്ചയായി താമസിച്ചു എന്നുള്ളതിന് തെളിവ് അവിടെ ഹാജരാക്കാൻ പറ്റും. ഞാൻ ഹാജരാക്കിയിട്ടാണ്, അവിടുത്തെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടാണ് 2020 ഞാൻ ഒറ്റപ്പാലത്ത് വോട്ടറാവുന്നത്. അപ്പോ എനിക്കിതിൽ അസ്വാഭാവികത മനസ്സിലാവുന്നില്ല. നേരത്തെ ചോദിച്ച ചോദ്യം പറഞ്ഞല്ലോ, ഈ 2024 ഏപ്രിൽ 26 മുതൽ കണക്കാക്കിയാൽ 6 മാസം തികഞ്ഞു എന്നുള്ളതല്ലേ? ഞാൻ പറയുന്നു, നിങ്ങൾ കണക്കാക്കേണ്ട കാലാവധി 2018 ഈ വീട് വാങ്ങിയപ്പോൾ മുതലാണ് എന്ന്. എങ്ങനെയാണത് നിരാകരിക്കാൻ പറ്റുക? ഒറ്റപ്പാലത്ത് ഞാൻ അവിടെ റെന്റൽ അഗ്രിമെന്റിൽ എനിക്കവിടെ റെന്റ് ഉണ്ട്. ഞാൻ അവിടെ 6 മാസം സ്ഥിരതാമസക്കാരനായിരുന്നു. എന്റെ വീട് തിരുവില്ലാമലയല്ലേ?
അപ്പൊ ചേലക്കര വോട്ട് ചെയ്തിട്ടുണ്ട്, ഒറ്റപ്പാലത്ത് വോട്ട് മാറ്റിയിട്ട് ഇപ്പൊ പാലക്കാട്ടേക്ക് യെസ്, ഞാൻ എവിടെയൊക്കെ മൂവ് ചെയ്യുന്നു അവിടേക്കൊക്കെ എന്റെ വോട്ട് മാറ്റുന്ന രീതി എനിക്കുണ്ട്. എന്തെങ്കിലും തെറ്റുണ്ടോ അതിൽ? താമസരേഖ ഹാജരാക്കി എങ്ങോട്ടും വോട്ട് മാറ്റുന്നതിൽ ഒരു നൈതിക പ്രശ്നമില്ല എന്നാണ് താങ്കൾ ഈ പറയുന്നത്. എങ്ങനെയാണ് എനിക്ക് മനസ്സിലായില്ല. ഞാനിപ്പോ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് മണ്ഡലത്തേക്ക് എന്റെ വോട്ട് മാറ്റുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല എന്നാണോ? ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വോട്ട് മാറ്റുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല എന്നാണോ താങ്കൾ പറയുന്നത്? ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതിന്റെ ഉത്തരം ഞാൻ വളരെ വ്യക്തമാക്കി പറഞ്ഞുതരാം. ഞാൻ ചോദിച്ചത് താങ്കൾ അതിലൊരു പ്രശ്നം നൈതികമായിട്ട് രാഷ്ട്രീയമായിട്ട് ഒരു പ്രശ്നം ഉണ്ടോ ഇല്ല എന്നുള്ള ചോദ്യത്തിന് ഉണ്ടോ ഇല്ല എന്നുള്ള ആൻസർ പറഞ്ഞു. ഒരു സ്ഥലത്തെ വോട്ടർ ആവാൻ ഒരാൾക്ക് നിയമപരമായി എല്ലാ സാധ്യതയും ഉണ്ടെങ്കിൽ അംഗീകരിച്ചു. 6 മാസത്തെ താമസരേഖ ഹാജരാക്കിയ വോട്ടറായി മാറ്റാം. ഞാൻ അംഗീകരിച്ചു. അത് തന്നെ അംഗീകരിച്ചാൽ മതി. രാഷ്ട്രീയപരമായിട്ട് താങ്കൾ അതിൽ തെറ്റ് കാണുന്നു. അത് തന്നെ അംഗീകരിച്ചാൽ മതി. ആ അംഗീകാരം മാത്രം മതി എനിക്ക്. നൈതികമായിട്ട് ഞാൻ ആ അംഗീകാരത്തിന് മാത്രം, ഇവിടെ നിയമപരമായി ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. പൗരനെന്നുള്ള രീതിയിൽ നിയമത്തിനെതിരായി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. CPM ആരോപിക്കുന്നത് 2700 വ്യാജ വോട്ടർമാരെ ഇവിടെ ഈ മണ്ഡലത്തിൽ ചേർത്തിട്ടുണ്ടെന്നാണ്. അത് തെളിവ് സഹിതം കൊണ്ടുവരും. ഉന്നയിക്കുന്ന ഇതേ വാദമായിരിക്കും അവർ ഉന്നയിക്കുന്നത്. ഏത് വാദം? ദയവ് ചെയ്ത് രണ്ടുപേരും കൂടി ചേർന്നിരുന്ന് ആളെ പൊട്ടനാക്കരുത്. അല്ലെന്നേ, അവിടെ സ്വന്തം വീടിന്റെ പേരിൽ പാലക്കാട്ടേക്ക് ഒരു വോട്ടറാക്കിയ ആളെ ഒരു ഇലക്ഷൻ കമ്മീഷനും അയോഗ്യനാക്കില്ല. ഹേ, എന്ത് തോന്നിവാസാണ്. ഒരു മിനിറ്റ് താമസരേഖ ഹാജരാക്കി വോട്ട് മാറ്റാമെന്നാണ് നിയമം. അതെ, നിങ്ങൾ അതനുസരിച്ചാണ് ചെയ്തതെന്നാണ് താങ്കൾ പറയുന്നത്. അത് ശരിയാണ്, നിയമത്തിൽ അത് പ്രശ്നമില്ല എന്ന് താങ്കൾ വാദിക്കുന്നു. ഞാൻ പറയുന്നു എന്റെ താമസരേഖയ്ക്ക് ഒരു എക്സ്റ്റൻഷൻ കൂടിയുണ്ട്. എന്റെ സ്വന്തം വീടാണ് എന്റെ താമസരേഖ. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലാരിറ്റി കിട്ടിയല്ലോ? ഇല്ലാത്തവർക്ക് വോട്ട് വേണ്ടാണോ? അങ്ങനെയല്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെ ചോദിച്ചു പോയി നല്ല രസാക്കി തരാം. ഞാനും കുറച്ചുകൂടി എൻഗേജ് ചെയ്ത് തരാം. ഞാനും എൻഗേജ് ചെയ്ത് തരാം. അതിനൊരു നിക്ഷിപ്ത താല്പര്യമുണ്ട്. ആ രണ്ടുപേർക്കും ഒരു നിക്ഷിപ്ത താല്പര്യമുണ്ട്. അതിന്റെ അറ്റത്തേക്ക് എത്തിച്ചോളൂ. ഹാജരാക്കിയിട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വ്യാപകമായിട്ട് ഇതേ നിങ്ങൾ BJP ചെയ്ത കഥ പറഞ്ഞപ്പോ ഞാനത് ഖണ്ഡിച്ചു തന്നില്ലേ? നിങ്ങൾ BJP പറഞ്ഞ കഥ പറഞ്ഞപ്പോ ഞാൻ ഖണ്ഡിച്ചു തന്നില്ലേ? BJP ചെയ്തതിനെ അതേ തന്ത്രസ്ഥാനങ്ങൾ ഉപയോഗിക്കുന്നതല്ലേ പറയുന്നത്. കോൺഗ്രസ് ഉണ്ടായിരുന്ന കാലത്താണ് താങ്കൾ ഇങ്ങോട്ട് വോട്ട് മാറ്റാനുള്ള അല്ല, ഞാൻ അതിനെപ്പറ്റി അങ്ങനെ വിഴിപ്പലക്കാൻ ഞാൻ സ്വാഭാവികമായിട്ടല്ലേ അന്ന് കോൺഗ്രസിലായി. അന്ന് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടെയാണെങ്കിൽ അവർ അറിഞ്ഞിട്ടുണ്ട്. ഇത് എന്റെ വ്യക്തിപരമായ ചോയ്സ് അല്ലേ? അല്ല, ഒരിക്കലും അറിഞ്ഞിട്ടില്ല. എന്റെ വ്യക്തിപരമായ ചോയ്സ് ആണ്. ഈ വിവാദമൊക്കെ ഉണ്ടാക്കുന്നത് നിലവിൽ UDF-നെതിരെ വരുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലെന്തായാലും സന്തോഷമായി എനിക്ക്. കാരണം ഭയങ്കര ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ പറയാൻ പറ്റി. ആ ക്ലാരിറ്റി പൊതുജനത്തിന്റെ മുമ്പിലുണ്ടാവും. ആരൊക്കെ വളച്ചൊടിച്ച് എഴുതിയാലും ഈ ക്ലാരിറ്റി ഉള്ളിടത്തോളം കാലം ഇവിടെ വോട്ടവകാശം ഉള്ളവരാണെങ്കിൽ വോട്ട് ചെയ്യാനുള്ള നമ്മുടേതായിട്ടുള്ള അവകാശത്തെ സംരക്ഷിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉത്തരവാദിത്തം. അതിനെ മറ്റ് വ്യാജ വോട്ടർമാരുമായിട്ട് പ്രതിപക്ഷ നേതാവ് പോലും ചെയ്യാത്ത രീതിയിൽ തുലനം ചെയ്തതിനൊക്കെ നല്ല നമസ്കാരം അല്ലാണ്ട് വേറൊന്നും പറയാനില്ല. ഇരട്ട വോട്ടുകൾ ഇതിനെ ന്യായീകരിച്ചിട്ട് പറയാണ് ഇത് തന്നെയാണ് BJP പ്രസിഡന്റും പറഞ്ഞതെന്ന്. കുറച്ച് ഉളുപ്പ് വേണം മാധ്യമപ്രവർത്തനം നടത്തുമ്പോൾ. ഉളുപ്പ് അല്ല, ഞാൻ മനസ്സ് കേസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാനത് ചെയ്യും. ഉളുപ്പില്ലാത്ത ചോദ്യം ചോദിക്കുന്നു. ഇരട്ട വോട്ടിനെ ന്യായീകരിക്കുന്നു. ഇരട്ട വോട്ടിന് ഒരു പത്രപ്രവർത്തകൻ ന്യായീകരിക്കുക. എന്നിട്ട് ഇത് തന്നെയാണ് വ്യാജ വോട്ടെന്ന് നമ്മളെ കൂടി ഇരവാദം പറഞ്ഞുകൊണ്ട് പറയുക. കാരണം അതങ്ങനെയാണ്. അത് അത്രത്തോളം നമ്മളെ വേദനിപ്പിക്കുന്നതാണ്. അല്ല, വൈകാരികമായി പോകും. ഇത്രയും പത്രപ്രവർത്തകരിരിക്കുമ്പോ രണ്ടുപേർക്ക് മാത്രമാണ് ബുദ്ധിമുട്ടെങ്കിൽ ഉണ്ടാകുന്ന ആ ബുദ്ധിമുട്ടിന്റെ പേര് വേറെ പലതുമാണ്. ആ ബുദ്ധിമുട്ടിന്റെ പേര് വേറെ പലതും തന്നെയാണ്. അല്ലെന്നേ ഇത്രയും അങ്ങനെയാണോ പറഞ്ഞത്? അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നല്ലാണ്ട് വ്യാജ വോട്ടിനെ താങ്കൾ ന്യായീകരിച്ചില്ലേ? വ്യാജ വോട്ടിനെ ന്യായീകരിച്ചു. അതിനെ ഞാൻ ചെയ്ത ഉത്തരവാദിത്വം താങ്കൾ സമീകരിച്ചു. വ്യാജ വോട്ടിനെ ന്യായീകരിച്ചു താങ്കൾ. അല്ല, അതൊരു വാദമല്ലെന്നാണ് ഞാനും പറഞ്ഞത്. അതൊരു വാദമല്ല. നോക്കൂ അദ്ദേഹം പറഞ്ഞത് എത്രത്തോളം വേദനിപ്പിക്കുമെന്ന് മനസ്സിലാക്കണം. പിന്നല്ലാണ്ട് ഞാൻ എങ്ങനെ പ്രതികരിക്കണം? അതെ, വ്യാജ വോട്ടിനെ ന്യായീകരിച്ച ഒരു പത്രപ്രവർത്തകനെ അങ്ങനെയല്ല. ഞാൻ വീണ്ടും പറയുന്നു, ആ വാദം അങ്ങനെ ഉന്നയിക്കുന്നത് ഉളുപ്പില്ലായ്മയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കലും അങ്ങനെ പറയരുത് കേട്ടോ.
ഇവിടെ ഇത്രയും പേര് കേട്ടിരുന്നതാണ്. താങ്കൾക്ക് എന്താ പറയാനുള്ളത് കേൾക്കാൻ വേണ്ടി ഇരട്ട വോട്ടുള്ള ഒരാളുടെ ന്യായീകരണത്തെ എന്റെ ന്യായീകരണവുമായിട്ട് എങ്ങനെയാണ് താങ്കൾ ഒരുമിപ്പിക്കുന്നത്? സ്ഥാനാർത്ഥികൾ എനിക്ക് വാദമില്ല. അദ്ദേഹം വാദിക്കുന്നവർക്ക് ഉറപ്പിച്ചാണ് പറഞ്ഞത്. അല്ല, ഉറപ്പില്ലാതെ ഒരു മാധ്യമ പ്രവർത്തകനെതിരെ അങ്ങനെയാണെങ്കിൽ ഒരു വോട്ടറെ അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ്, മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രിവിലേജ് പോലെ ഒരു വോട്ടർക്കുള്ള പ്രിവിലേജിനെ താങ്കൾ അധിക്ഷേപിച്ചു, ഇരട്ട വോട്ടുള്ളവരെ ന്യായീകരിച്ചു. താങ്കൾ എന്റെ വോട്ടർ എന്നുള്ള പ്രിവിലേജിനെ അധിക്ഷേപിച്ചില്ലേ? എന്റെ വോട്ടർ എന്നുള്ള പ്രിവിലേജിനെ താങ്കൾ അധിക്ഷേപിച്ചില്ലേ? പ്രതിപക്ഷ നേതാവൊക്കെ പറയുന്നത് ഈ CPM-ന്റെ ആരോപണം BJP-യും കോൺഗ്രസും ഇത്തരത്തിൽ ഒത്തുചേർത്തു. അതിന് പകരം പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത് സരിന്റെ വോട്ട് മാത്രമാണ്. അതാണ് ഇതോട് കമ്പയർ ചെയ്യാൻ പറ്റും. അത് അദ്ദേഹം എന്തോ ചെയ്തോട്ടെ. ഇനി അദ്ദേഹത്തിന് ഇതിന് വാദങ്ങൾ ഉന്നയിക്കണമല്ലോ. ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾക്ക് അദ്ദേഹം അത് പറയട്ടെ. അതിനുശേഷം ഞാൻ മറുപടി പറയാം. കൂട്ടുനിന്ന പ്രതിപക്ഷ നേതാവ് പോകേണ്ടി വരും. ഈ പത്രസമ്മേളനത്തിന് ശേഷവും ഇങ്ങനെയുള്ള വേട്ടയാടലുകൾ നേരിടേണ്ടി വന്നാൽ അത് പോകേണ്ടി വരില്ലേ? ഇപ്പൊ ഞാൻ ക്ലാരിറ്റി വരുത്തി എന്താണ് വിഷയം എന്നുള്ളത്. ഇനിയും അദ്ദേഹം ഇത് തുടരുകയാണെങ്കിൽ നിയമപരമായ വഴിയിലേക്ക് പോകും.